കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ ഒരു ടെറിഫയിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നേരിടേണ്ടി വരുന്ന ഒരു കല്യാണ പെണ്ണിന്റെ അതിദയനീയമായ അവസ്ഥയുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് 2019 പുറത്തിറങ്ങിയ റെഡി ഓർ നോട്ട് എന്ന സിനിമ. നിങ്ങളൊരു ഹൊറർ സർവൈവിംഗ് മൂവി ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദിസ് മൂവി ഈസ് ഗുഡ് ചോയ്സ് ഫോർ. കഥ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെഡിങ് ഈവന്റിൽ നിന്നാണ്. അവിടെ നടക്കുന്ന കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥാനായികയായിട്ടുള്ള ഗ്രേസിന്റെയും അവളുടെ ഹസ്ബൻഡ് അലക്സിന്റെയുമാണ്. അപ്പം ഗ്രേസ് എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലത്തെ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഇവിടെ കല്യാണം കഴിച്ചു വരുന്ന അലക്സിന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു റിച്ച് ഫാമിലിയാണ്. ഒരു മാൻഷനിലാണ് ഇവരുടെ വെഡിങ് നടക്കുന്നത്. ആദ്യമൊക്കെ നമ്മൾക്ക് ഒരു സാധാരണ ഫീൽ ഗുഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടാണ് പോകുന്നതെങ്കിലും ഒരു സിനിമയിൽ രാത്രി ആകുമ്പോൾ അലക്സ് പറയുകയാണ്, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനൊരു റിച്വൽ നടക്കാറുണ്ട്. സാധാരണ പുതിയതായിട്ട് കല്യാണം കഴിച്ചു വരുന്ന വധു ആയാലും വരനായാലും അവരെ ഒരു ഗെയിം കളിച്ചിട്ടാണ് നമ്മുടെ കുടുംബത്തിലേക്ക് സെലക്ട് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഇവന്ന് പറയാ ഇറ്റ്സ് സിമ്പിൾ. അവർക്ക് ഗ്രേസ് വിചാരിക്കുക എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. ലാസ്റ്റ് അങ്ങനെ ഇവൾക്ക് ഹൈഡ് ആൻഡ് സീക്ക് എന്ന ഒരു ഗെയിമാണ് കിട്ടുന്നത്. അപ്പം ഇവൾ വിചാരിക്കും ഒളിച്ചുകളിയാണ്, സാധാരണ ഒരു ഒളിച്ചുകളിയാണ് എന്നാണ് ഇവൾ വിചാരിക്കുന്നതെങ്കിലും ശരിക്കും ഇത് സാധാരണ ഒളിച്ചുകളി ആയിരിക്കില്ല. അത് വമ്പിക്കുന്നൊരു ട്വിസ്റ്റ് ആയിരിക്കും അവിടെ നടക്കുന്നത്. അപ്പോൾ അവൾ വിചാരിക്കുന്ന മാതിരി ഒരു സാധാരണ ഒളിച്ചുകളി ആയിരിക്കില്ല അവിടെ നടക്കുന്നത്. തികച്ചും നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു സിനിമ എന്നൊക്കെ ആണെങ്കിൽ, ഒരു കഥ, ഒരു സന്ദർഭം എന്നൊക്കെ ആണെങ്കിൽ നമുക്കത് പറയാം. പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഗ്രേസിന്റെ പെടാപ്പാടാണ് സിനിമയിൽ ചിത്രീകരിക്കുന്നത്. അത് നമ്മൾ കണ്ടു തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം. സർവൈവിംഗ് മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ഈ റെഡി ഓർ നോട്ട് എന്ന സിനിമ. ഇതിൽ ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്ന് വെച്ചാൽ സിനിമ ആദ്യം മുതൽ അവസാനം വരെ അതിജീവിക്കാനായിട്ട് ഇട്ടിരുന്നത് അവളുടെ വെഡിങ് ഡ്രസ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഗൗൺ തന്നെയാണ്. അപ്പൊ ഞാൻ അതിലേക്ക് റെക്കമെൻഡ് ചെയ്യും, അങ്ങനെ ഹൊറർ സർവൈവിംഗ് മൂവി ഇഷ്ടമുള്ളവർക്ക് റെഡി ഓർ നോട്ട് ഒരു നല്ല സജഷനാണ്. കഥയുടെ കോൺസെപ്റ്റ് ഒരു ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ കഥയിൽ തന്നെ പിടിച്ചു നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ കഥയിൽ തന്നെ കണ്ടിരിക്കാനായിട്ട് ഒരിക്കലും ഒരു ലാഗ് ഇല്ലാണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ആ കഥ വഴി സാധിക്കുന്നുണ്ട്. ശരിക്കും സിനിമ നമ്മൾ കണ്ടുകൊണ്ട് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ആ ഒരു സിറ്റുവേഷൻ ഗ്രേസിനൊപ്പം നമ്മളും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് നമ്മുടെ ഡയറക്ടറിന് സിനിമയിലൂടെ നമുക്ക് തരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. റെഡി ഓർ നോട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് നോട്ട് എ ഹൊറർ മൂവി എന്നുകൂടിയും പറയട്ടെ. കാരണം അതൊരു ഹൊറർ മൂവി ആയിട്ട് മാത്രം ഒതുക്കാൻ പറ്റില്ല. ചില സമയത്തൊക്കെ ഒരു ഡാർക്ക് കോമഡികൾ അതിനകത്തുണ്ട്. ചില സിറ്റുവേഷൻസുകളിൽ അതൊരു ഡാർക്ക് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവിടെ ഒരു ഫണ്ണി ഈവെന്റുകൾ കൊണ്ടുവരാനായിട്ട് ആര് ശ്രമിച്ചിട്ടുണ്ട്? ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് ക്രിസ്പാണ്, ഒരു ലാഗും ഇല്ല. സിനിമ നമുക്ക് അതേപോലെ ഇരുന്ന് കാണാം. അത്രത്തോളം നമ്മളെ ഇരുത്തി കാണിപ്പിക്കുന്ന ഒരു എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയാണ്. കാരണം നമുക്കൊരു റിയൽ ഫീലിംഗ് നമ്മളും ആ ഒരു ക്യാരക്ടറായിട്ട് പെട്ടെന്ന് ബ്ലെൻഡായി അവരുടെ ഒപ്പം നമ്മളും സർവൈവ് ചെയ്യുന്ന മാതിരി ആ ഒരു ഫീല് നമുക്ക് ആ സിനിമ വഴി ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് ഫീമെയിൽ ലീഡാണ് ഈ കഥയിൽ മുഴുവനും നമുക്ക് ലഭിക്കുന്നത്. അപ്പം റെഡി ഓർ നോട്ട് എന്ന് പറഞ്ഞ സിനിമ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളുടെ റിവ്യൂ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി കാണാത്തവരാണെങ്കിൽ സാധിക്കുകയാണെങ്കിൽ പോയി കാണുക. ഇപ്പം നെറ്റ്ഫ്ലിക്സിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ഇതുപോലുള്ള വേറെയും ഹൊറർ സർവൈവിംഗ് മൂവികൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ അതായതാണെന്ന് വെച്ച് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വിശേഷവുമായി വരേക്കും ഇത് കഥലാസ് സൈനിങ് ഔട്ട്.